ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെമിസ് ടൈം. ഈ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ വെറൈറ്റി പച്ചടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെള്ളരിക്ക കൊണ്ടും പൈനാപ്പിൾ കൊണ്ടൊക്കെ നമ്മൾ പച്ചടി വെച്ചിട്ടുണ്ട്. ഇന്ന് പക്ഷേ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പ്ലം പച്ചടിയാണ്. ഫ്രൂട്ട്സ് പ്ലം കൊണ്ടുണ്ടാക്കിയ പച്ചടിയാണിത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റോടു കൂടിയുള്ളൊരു പച്ചടിയാണ്. ഈ ഓണസദ്യയിൽ ഈ ഒരു പച്ചടി കൂടെ എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പ്ലം വെച്ചാണ് ഞാനിവിടെ പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല മധുരവും ചെറിയൊരു പുളിയൊക്കെ കൂടിയിട്ടുള്ള പ്ലമ്മാണ്. ആദ്യം പ്ലം എടുത്തൊന്ന് വരഞ്ഞു കൊടുക്കാം. എല്ലാ പ്ലമ്മും ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി പീസായി നുറുക്കിയിട്ടതിന് ശേഷവും പച്ചടി വെക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. തൊലിയോടെ ചെയ്യുമ്പോൾ തൊലിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിഷ്ടമില്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടും ചെയ്തെടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങയും പച്ചമുളക് 2 പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 പച്ചമുളക്. പിന്നെ വേണ്ടത് ജീരകമാണ്. നല്ല ജീരകം 1/2 ടേബിൾ സ്പൂൺ. പിന്നെ കടുക് 1/2 ടീസ്പൂൺ കടുകും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും കടുകും നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് തൈരാണ്. 1 കപ്പ് നിറയെ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കരയും. ഇത് നോക്കിയിട്ട് മധുരത്തിനനുസരിച്ച് ആവശ്യമുള്ള അത്ര ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസാണ് വേണ്ടുള്ളൂ, നല്ല മധുരമുള്ള പ്ലം ആയതുകൊണ്ട്. പ്ലംസിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കാവും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി തൊലിയൊക്കെ മാറി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. പ്ലമ്മിൽ മധുരമുണ്ടെങ്കിലും ഒരു ശർക്കരയുടെ മധുരം കൂടി ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ശർക്കര ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അരച്ച കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകൊക്കെ കൂട്ടി നന്നായിട്ട് അരച്ച പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം. ഒന്ന് നന്നായിട്ട് തിള വരുന്ന ടൈമിൽ തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. പ്ലംസ് ഒടിഞ്ഞു പോവാതെ പതുക്കെ തൈരൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തൊന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്ലംസ് ഒടിഞ്ഞു പോവാതെ പതിയെ വേണം ചെയ്ത് കൊടുക്കാൻ. എൻ്റെ തൈര് ഇവിടെ അധികം പുളിയില്ലാത്ത തൈരാണ്, അതാണ് ഞാൻ തൈര് കുറച്ച് കൂടുതൽ എടുത്തത്. നല്ലൊരു ക്രീമി ടേസ്റ്റ് വരും പുളിയില്ലാത്ത തൈരായതുകൊണ്ട്. അപ്പം പ്ലം പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ടതുപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ എൻ്റെ പ്ലം അധികം ഉടഞ്ഞൊന്നും പോവാതെ അതുപോലെ തന്നെ പീസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്യാനുണ്ട്. വെളിച്ചെണ്ണയിൽ താളിക്കുന്നതായിരിക്കും ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഓണത്തിന് ഒരു സ്പെഷ്യലൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു പച്ചടി ചെയ്ത് നോക്കാം. സദ്യയുടെ ഇലയിൽ ഈ ഒരു പച്ചടി കൂടി വിളമ്പിയാൽ സദ്യ സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്യാതെ പീസായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടും ഇതുപോലെ പച്ചടി ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്താലും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സാധാരണ പച്ചടി ചെയ്യുന്നതിൽ നിന്നും ആ പ്ലമ്മിൻ്റെ ആ ഒരു ടേസ്റ്റും മധുരവും ആ ഒരു ടേസ്റ്റൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ആയിട്ട് ഒരു സൂപ്പർ പച്ചടി ആയിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഓണത്തിന് ഈ ഒരു പച്ചടി, എൻ്റെ ഈ ഒരു സ്പെഷ്യൽ പ്ലം പച്ചടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടമാകും. താങ്ക് യു.